ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മസാല ടീയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. മസാല ടീ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പൂ. ഇതെല്ലാം ഇത്രയും മസാലകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ അളവിലാണ് മസാല ടീ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പൈസസ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു അളവിന് ഈ സ്പൈസസ് കറക്റ്റ് അളവാണ്. സ്പൈസസ് അധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്ത് ഭയങ്കരമായിരിക്കും. അപ്പോൾ മസാല ടീ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇതിലേക്ക് ഇനി ഒരു 3/4 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ചായപ്പൊടിയാണോ ഉള്ളത് ആ ചായപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് കടുപ്പുള്ള ചായയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കടുപ്പം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാക്കാത്ത പാലാണ്, പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അധികം മധുരം താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.